ഹലോ ഫ്രണ്ട്സ്, ഫോസ്റ്റർ കേരളയുടെ പുതിയൊരു അധ്യായത്തിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ വയറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചാണ് നോക്കാൻ പോകുന്നത്. ഇലക്ട്രിക്കൽ വയർ എന്ന് പറയുന്ന സാധനം നമ്മൾ കണ്ടിട്ടുണ്ട്, പല സൈസിൽ ഉള്ളതും പല കളറിലുള്ളതും ഒക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സാധാരണഗതിയിൽ ഇതിൻ്റെ സൈസിനെ കുറിച്ചാണ് ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിലൂടെ പറയാൻ പോകുന്നത്. ഇതിൻ്റെ പ്രധാന കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 1 സ്ക്വയർ mm, 1.5 സ്ക്വയർ mm, 2.5 സ്ക്വയർ mm, 4 സ്ക്വയർ, 6 സ്ക്വയർ, 10 സ്ക്വയർ, 16 സ്ക്വയർ, 25 സ്ക്വയർ, അങ്ങനെ പലതരത്തിലുള്ള ഇലക്ട്രിക്കൽ വയറുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തിനാണ് ഈ പലതരത്തിലുള്ള വയറുകൾ ഉപയോഗിക്കുന്നത്? ഒരു തരത്തിലുള്ള വയർ ഉപയോഗിച്ചാൽ പോരെ എന്ന് നമുക്ക് തോന്നാം. പക്ഷേ നമ്മളത് ചെയ്യേണ്ടത്, ഈ വയർ ഉപയോഗിക്കുമ്പോൾ അതിന് ക്യാരി ചെയ്യാൻ പറ്റുന്ന ആംബിയറിൻ്റെ ഒരു കപ്പാസിറ്റി നമുക്കുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ എന്താവശ്യത്തിനാണോ ഒരു വയർ ഉപയോഗിക്കുന്നത് അത് കൃത്യമായി അതിൻ്റെ ആംബിയറിനെ ഹാൻഡിൽ ചെയ്യുമോ എന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ പലതരത്തിലുള്ള വയറുകൾ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഈ കണ്ടീഷനിൽ നമ്മൾ സാധാരണ 1 സ്ക്വയർ mm ഒരു വയർ ഉപയോഗിക്കുന്നത് ലൈറ്റ് പോലെയുള്ള ചെറിയ ലോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ലോഡെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണക്ട് ചെയ്യുന്ന സാധനം, അഥവാ നമ്മൾ ആ ഇലക്ട്രിക്കൽ ലൈനിലേക്ക് കണക്ട് ചെയ്യുന്ന ഭാഗം, ആ ഡിവൈസുകൾ തീരെ പവർ കുറവാണ്, ലൈറ്റ് പോലുള്ള സാധനങ്ങളാണെങ്കിൽ 1 സ്ക്വയർ mm എന്ന് പറയുന്ന വയറിൽ കണക്ട് ചെയ്താൽ മതി. എന്നാൽ ഫാൻ പോലെ, എക്സോസ്റ്റ് ഫാന്, ടി വി പോലെയുള്ള സാധനങ്ങൾ വരുമ്പോഴത്തേക്ക് അതിന് സാധാരണഗതിയിൽ 1.5 സ്ക്വയർ mm, അത് 7.5 ആംബിയർ വരെ താങ്ങാൻ പറ്റുന്ന വയറായിരിക്കണം. അപ്പോൾ അത് കാരണം അതിന് കൊടുക്കുന്നതെന്ന് പറഞ്ഞാൽ 1.5 സ്ക്വയർ mm വയേഴ്സ് ആയിരിക്കും കൊടുക്കുക. അതുപോലെ തന്നെ 2.5 സ്ക്വയർ mm വയർ ഉപയോഗിക്കുന്നത് 12.5 ആംബിയർ വരെ ലോഡ് എടുക്കാൻ വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ 12.5 ആംബിയറിൻ്റെ ലോഡ് സാധാരണ എടുക്കുന്നത് നമ്മുടെ അയൺ ബോക്സ്, തേപ്പ് പെട്ടി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ AC, അങ്ങനെയുള്ള കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള എക്യുപ്മെൻറ്റ്സ് കണക്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് 2.5 സ്ക്വയർ mm നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെ 4 സ്ക്വയർ mm എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ ഹീറ്റർ, റൂം ഹീറ്റർ എന്ന് പറയുന്നൊരു സാധനമുണ്ട്. അതുപോലെ തന്നെ ഗീസർ എന്ന് പറയുന്ന, നമുക്കറിയാം, ചൂടുവെള്ളത്തിന് വേണ്ടിയിട്ടുള്ള സാധനം. അത്രയുള്ള ഹെവി ആയിട്ടുള്ള, കുറച്ചുകൂടെ ഹെവി ആയിട്ടുള്ള ലോഡ് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പറയുന്ന 4 സ്ക്വയർ mm നമ്മൾ കണക്ട് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് 6 സ്ക്വയർ mm എന്ന് പറയുന്ന അടുത്ത റേഞ്ച് വരുന്നത്. അത് മെയിൻ ബോർഡ് എന്നൊക്കെ പറയും. നമുക്ക് വലിയ എക്സാമ്പിൾ, നമ്മുടെ മീറ്റർ ബോർഡിൽ നിന്ന് ഡിസ്ട്രിബ്യൂഷൻ ബോർഡിലേക്ക് ഒരു ലൈൻ വലിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ സാധാരണഗതിയിൽ ഇപ്പോൾ ഉപയോഗിക്കുന്നത് 6 സ്ക്വയർ mm വയറുകളായിരിക്കും. അപ്പോൾ അതിൻ്റെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ടാണ് 30 ആംബിയർ വരെ ലൈനിൽ നിന്ന് ചിലപ്പം നമുക്ക് ആ കറണ്ട് അതിനകത്തൂടെ വരാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അത് കാരണം അത്രയും ഹെവി ആയിട്ടുള്ളൊരു കറണ്ട് വരുന്നത് കൊണ്ട് 6 സ്ക്വയർ mm വയർ എടുക്കാം. അടുത്തതാണ് 10 സ്ക്വയർ mm എന്ന് പറയുന്നത്. 10 സ്ക്വയർ mm എന്ന് പറയുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, നമ്മുടെ KSEBയുടെ ഇലക്ട്രിക്കൽ ലൈനുകൾ നമുക്ക് തരുന്നത് സർവീസ് വയർ എന്ന് പറയും. വീട്ടിലേക്ക് സർവീസ് വയറായിട്ട് തരുന്ന, പോസ്റ്റിൽ നിന്ന് നമ്മുടെ വീട്ടിലേക്ക് തരുന്ന കണക്ഷനാണ് സർവീസ് വയർ എന്നുള്ളത്. അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് 10 സ്ക്വയർ mm. 50 ആംബിയർ വരെ കറണ്ട് അതെടുക്കും. അപ്പോൾ അത്രയും ഹെവി ഒരു കപ്പാസിറ്റി അതിനുണ്ട്. പിന്നെ അതിൻ്റെ മുകളിലേക്ക് വരുന്നതാണ് 16 സ്ക്വയർ, 16 സ്ക്വയർ, 80 ആംബിയർ വരെ കറണ്ട് എടുക്കും. ലാർജ് ലോഡുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ഹെവി ആയിട്ടുള്ള മെഷീനറികളോ അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചില കാര്യങ്ങൾ കണക്ട് ചെയ്യേണ്ടി വരികയാണെങ്കിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുക്കും. അതുപോലെ തന്നെയാണ് 25 mm സ്ക്വയറിൻ്റെ ഒരു വയർ. അത് നമ്മൾ ജനറേറ്റർ, നമ്മുടെ വീട്ടിലേക്കോ അല്ലെന്നുണ്ടെങ്കിൽ അതുപോലെ തന്നെ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് ജനറേറ്ററിൽ നിന്ന് വീട്ടിലേക്കൊക്കെ കണക്ട് ചെയ്യേണ്ടിയൊക്കെ വരുമ്പോൾ ഹെവി ആയിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. സൈലൻറ്റ് ജനറേറ്ററുകൾ, ഡീസൽ ജനറേറ്ററുകൾ, അങ്ങനെ പല സാധനങ്ങൾ നമ്മൾ ജനറേറ്ററിൻ്റെ ഭാഗങ്ങളിൽ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഹെവി ആയിട്ടുള്ള കറണ്ടിനെ കപ്പാസിറ്റിയെ, അല്ലെങ്കിൽ അതിൻ്റെ കറണ്ടിൻ്റെ കപ്പാസിറ്റിയെ നമുക്ക് താങ്ങാൻ വേണ്ടിയിട്ട് നമ്മൾ 125 ആംബിയർ വരെ താങ്ങാൻ പറ്റുന്നതാണ് ശരിക്കും പറഞ്ഞാൽ 25 സ്ക്വയർ mm എന്ന് പറയുന്ന ഈ വയർ. അപ്പോൾ അത്രയും ഹെവി ആയിട്ടുള്ള വയർ വരെ നമ്മൾ സാധാരണഗതിയിൽ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ വീട് വയർ ചെയ്യുമ്പോൾ 1 സ്ക്വയർ, 1.5 സ്ക്വയർ mm, 2.5 സ്ക്വയർ mm, 4 സ്ക്വയർ mm, 6 സ്ക്വയർ mm, മാക്സിമം ഒരു 10 സ്ക്വയർ mm വരെയൊക്കെ ഉപയോഗിക്കും. അപ്പോൾ അത്രയും വരെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ബേസിക്കായിട്ട് അറിഞ്ഞിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ വീട്ടിൽ വയർ ചെയ്യുമ്പം നമ്മൾ ഇങ്ങനെ തന്നെയാണോ ചെയ്യുന്നതെന്ന് മാക്സിമം നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. കാര്യം അങ്ങനെ ചെയ്തു കഴിഞ്ഞാലാണ് കൃത്യമായ ലോഡ്, അതിൻ്റെ ആംബിയർ താങ്ങുന്ന കപ്പാസിറ്റി ക്ലിയർ ആയിട്ട് പോവുക. ഇതുപോലെയുള്ള ഒരു പുതിയ വീഡിയോയുമായി കാണുന്നവരെ ഏവർക്കും നമസ്കാരം.